ഈ ഒരു ഇൻട്രൊഡക്ഷൻ മ്യൂസിക് കേൾക്കുമ്പോൾ മലയാളികളുടെ മനസ്സിൽ വരുന്ന ഒരേ ഒരു മുഖം മ്യൂസിക് ഡയറക്ടർ ശ്രീ ഔസേപ്പച്ചൻ സാർ. 50 വർഷങ്ങൾ പിന്നിട്ട് ഈ സംഗീതയാത്രയിൽ നമ്മൾ മലയാളികൾക്ക് ഒട്ടനേകം ഹൃദയസ്പർശിയായ ഗാനങ്ങൾ, ശക്തമേറിയ ബാക്ക്ഗ്രൗണ്ട് സ്കോർസ്, എല്ലാ തലമുറയിലെയും കുട്ടികളെയും എല്ലാവരെയും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ സംഗീതജ്ഞൻ ഒത്തിരി സന്തോഷത്തോടെ ഹൃദയപൂർവ്വം ഷാലോമിൻ്റെ പ്രേക്ഷകർക്കായി ഞങ്ങൾ അവതരിപ്പിക്കുന്നു ശ്രീ ഔസേപ്പച്ചൻ സാർ. താങ്ക് യു. ഈ ഒരു ഇൻട്രൊഡക്ഷനിൽ നമ്മൾ നീയൻ സർഗ അതീവ സംതൃപ്തനായി ഈ ഇൻട്രൊഡക്ഷനിൽ. അതിനെക്കുറിച്ച് ഒന്നൊരു പറയട്ടെ. ഈ ഇൻട്രൊഡക്ഷൻ ഞാൻ എന്നെക്കുറിച്ച് പറയുന്നതിൽ ഞാൻ സ്വയം ഇത് എന്നെക്കുറിച്ച് പറയുന്നു എന്നുള്ളതിലല്ല ഞാൻ ചിന്തിക്കുന്നത്. എന്നെക്കുറിച്ച് പറയുന്ന പോലെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കൊച്ചുമക്കൾ, പുതിയ തലമുറ നിങ്ങളെക്കുറിച്ചൊക്കെ ഇതേപോലെ പറയാനായിട്ടുള്ള ഇടവരുത്തണം. അപ്പോൾ അങ്ങനെ നിങ്ങൾ പ്രവർത്തിച്ച് ജീവിച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ഇൻട്രഡക്ഷൻസ് പറയും. അപ്പോൾ അവരെന്താണ് സംഭവിക്കുക? നന്നായി നമ്മൾ പണിയെടുത്ത്, നമ്മൾ അധ്വാനിച്ച്, നല്ല സംഗീതമൊക്കെ പഠിച്ച്, ഏത് പണിയായാലും നല്ല രീതിയിൽ, ഏത് ജോലിയായാലും നല്ല രീതിയിൽ നമ്മൾ അതിനുവേണ്ടി പ്രയത്നിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ നല്ല മനോഹരമായിട്ടുള്ള ഇൻട്രഡക്ഷൻസ് ഉണ്ടാവും. ഓക്കെ അല്ലേ? അതുകൊണ്ട് ഞാനത് ആക്സെപ്റ്റ് ചെയ്യുന്നു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. നീ എൻ സർഗ സൗന്ദര്യമേ, നീ എൻ സത്യസംഗീതമേ, ഇങ്ങനെ ഒരു 2 വരി ആദ്യത്തെ കമ്പോസിഷനിൽ തന്നെ സാറിന് ലഭിച്ചു. സാറിൻ്റെ ആദ്യത്തെ സിനിമ. ഈ ഒരു സോങ്ങിനെ പറ്റി, ഈ ഒരു സോങ് പിറന്ന വഴി ഒന്ന് ഞങ്ങൾക്കായിട്ട്, ഞങ്ങൾക്കും പ്രേക്ഷകർക്കുമായിട്ട് പങ്കുവെച്ച വളരെ സന്തോഷം. തീർച്ചയായിട്ടും ഇതെല്ലാം ഒരു നിമിത്തമാണ്. വന്ന വഴിയൊക്കെ എല്ലാവർക്കും അറിയാം. നമ്മൾ ഒരുപാട് കഥകൾ പറഞ്ഞു വരേണ്ട കാര്യമില്ല. ആരവൻ എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് വേണ്ടി എന്നെ ഭരതേട്ടൻ ക്ഷണിച്ചു. അതിൽ ഞാനൊരു വയലിനിസ്റ്റായിട്ട് അഭിനയിച്ചു. അഭിനയിക്കുന്നതിൽ വയലിനിൽ മാത്രമാണ് സംസാരം എനിക്ക്. ദർ ഈസ് നോ ഡയലോഗ്. വയലിനിൽ എൻ്റെ എക്സ്പ്രഷൻസ് ഞാൻ പ്രകടിപ്പിക്കുന്നതായിരുന്നു അത്. പക്ഷേ അത് ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നു. പിന്നീട് അത് പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് അന്ന് നാഗരയിൽ റെക്കോർഡ് ചെയ്യും ഡയലോഗ്സ്. പലതും ഇംപ്രവൈസ് ചെയ്യുമല്ലോ. അപ്പോൾ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഡയലോഗിൻ്റെ കൂടെ എൻ്റെ വയലിൽ ഇങ്ങനെ ത്രൂ ഔട്ട് പോകുന്നുണ്ട്. ഫുൾ BGM റീ റെക്കോർഡിങ് പോലെ. ഞാൻ ആ സീനിനനുസരിച്ചിട്ടാണ് വായിക്കുന്നത്. ആവശ്യമുണ്ടോ ഇല്ല എന്നുള്ളത് അന്ന് എനിക്കറിയില്ല. പക്ഷേ അത് ഭരതേട്ടൻ ഭയങ്കര താല്പര്യമായി. അതിൻ്റെ റീ റെക്കോർഡിങ് ചെയ്യണമെന്ന് പറയുന്നു. അങ്ങനെ ഞാൻ ആ മ്യൂസിക് തന്നെ വേണമെന്ന് പറയുന്നു. ഞാൻ ജോൺസണും, എനിക്കതിന് പരിചയക്കുറവുള്ളതുകൊണ്ട് ജോൺസനെ ക്ഷണിക്കുന്നു. ഞങ്ങൾ 2 പേരും കൂടി ഒരുമിച്ച് അത് റീ റെക്കോർഡിങ് ചെയ്യുന്നു. അന്ന് അതോട് അവസാനിച്ച് പിന്നെ കുറേ കാലത്തേക്കൊന്നും ബന്ധമില്ല. പിന്നെ ഈണം എന്ന് പറഞ്ഞൊരു സിനിമ അദ്ദേഹം തന്നെ മ്യൂസിക് ചെയ്തു. അപ്പോൾ ആ പാട്ടൊക്കെ ചിട്ടപ്പെടുത്തണം അദ്ദേഹത്തിന്. അങ്ങനെ സ്റ്റുഡിയോയിൽ വന്ന് റെക്കോർഡ് ചെയ്യണോ ബാക്ക്ഗ്രൗണ്ട് ഇടാനൊന്നും അറിയാത്തതുകൊണ്ട് എന്നെ ക്ഷണിച്ചു. ഞാനത് ചെയ്തു കൊടുത്തപ്പോഴേക്കും എനിക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ കിട്ടി. ഈണം എന്ന് പറഞ്ഞ സിനിമയിൽ 2 പാട്ട് ചെയ്തു. പിന്നെ റീ റെക്കോർഡിങ് വന്നു. അതിൻ്റെ 1983 അപ്പോൾ 1983 അത് റീ റെക്കോർഡിങ്ങിന് വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് നീ സ്വന്തമായിട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ റീ റെക്കോർഡിങ് ചെയ്യുന്നു. അതിൽ ഞാൻ ചെയ്തതൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടമായി. ഇതൊക്കെ ഒരു നിമിത്തമാണ്, ദൈവനിശ്ചയമാണ്. അങ്ങനെ എന്നെ കാതോടത്തിന് ക്ഷണിച്ചു. ഒരു പാട്ട്, നീ ഒരു പാട്ടുണ്ടാക്കി കൊണ്ടുപോകാം, ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ എനിക്കിത് എങ്ങനെ പാട്ടുണ്ടാക്കാമെന്നൊന്നും അറിഞ്ഞുകൂടാ, ശുദ്ധമായിട്ട് അറിഞ്ഞുകൂടാ. അതിൽ വരികളില്ലാതെ എങ്ങനെ പാട്ടുണ്ടാക്കും എന്നാണ് ഞാൻ ചിന്തിച്ചത്. നീ അതിൻ്റെ ട്യൂൺ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. ശരി, എന്നാൽ ട്യൂൺ കൊണ്ടുവരാമേ എന്ന് അപ്പം പറഞ്ഞു. പിന്നീട് ചിന്തിച്ചപ്പോൾ ഇത് എങ്ങനെ ട്യൂൺ കൊടുക്കും. അപ്പോൾ എനിക്കന്ന് ഞാൻ വയലിൻ ഫുൾ പ്ലഡ്ജഡായിട്ട് വയലിൻ. ഞാനത് എൻ്റെ സുഹൃത്ത് ജോൺ ആൻ്റണി ഉണ്ട്, ഗിറ്റാറിസ്റ്റ്. അദ്ദേഹം മദ്രാസിൽ ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ.
അപ്പോൾ അദ്ദേഹം എൻ്റെ കൂടെ എൻ്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടിൽ ഞാൻ മനസ്സിലൊരു ഈണം വന്നു. അത് വയലിനിൽ വായിച്ച് ഒരു ചെറിയ ടൈപ്പ് റെക്കോർഡിൽ റെക്കോർഡ് ചെയ്ത് അതുകൊണ്ട് ഭരതേട്ടന് കൊടുത്തു. 6 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും വിളി വന്നു. ഒരു പടം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ പാട്ട് കമ്പോസ് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാനിതിനെക്കുറിച്ച് മറന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഭരതേട്ടാ പാട്ട് നമുക്ക് ഉണ്ടാക്കണ്ടേ? അതൊക്കെ ഉണ്ടാക്കിയില്ലടാ നീ. ഞാൻ പറഞ്ഞു, എപ്പോൾ ഉണ്ടാക്കി? നീ അന്ന് കൊടുത്തില്ലേ, അതിനേക്കാൾ നല്ല പാട്ട് ഇനി എനിക്ക് വേണ്ട, അത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു സന്തോഷമായി. പിന്നീട് മനസ്സിലാണ് അതൊരു നിമിത്തമായിരുന്നു, അതൊരു വയലിനിസ്റ്റിൻ്റെ കഥയായിരുന്നു എന്നുള്ളതൊക്കെ പിന്നീട് അറിയുന്നതാണ്. ഞാൻ ആദ്യം വയലിനിൽ വായിച്ചു കൊടുത്ത ബിറ്റ് തന്നെ അറ്റ് ടാ ടീ ടാര, അവിടെ ഭരതേട്ടൻ ഫ്ലാറ്റാണ്. കാരണം അങ്ങനെ ഒരു ബ്ലെൻഡിങ്, അതൊക്കെ ഒരു നമ്മൾ പറയില്ല നിമിത്തമല്ലേ, ആ നിമിത്തങ്ങൾ വരുമ്പോൾ നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്ത പോകുക. പിന്നെ അതിന് വരികൾ എഴുതാന്നുള്ളതാണ്. ONV സാർ വരുന്നു, ഞാൻ ONV കുറുപ്പിൻ്റെ അടുത്ത്. അപ്പോൾ ഓൾറെഡി ട്യൂൺ കംപ്ലീറ്റ് ഉണ്ട്, അങ്ങനെ വയലിനിൽ വായിച്ചത്. അപ്പോൾ ONV സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ കേട്ട വഴിക്ക് പറഞ്ഞു, നല്ല ട്യൂൺ, നല്ല മലയാളി തനിമയുള്ള ട്യൂണാണ്, നല്ല പുതുമയുണ്ട്, പക്ഷേ ഇതിനൊക്കെ വരി എങ്ങനെ എഴുതും എന്നൊരു ചോദ്യമാണ്. അപ്പോൾ തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്, അല്ല സാറേ സിംഗിൾ ട്യൂണാണ്, സിംഗിൾ സിലബിളാണ് വേണ്ടതേ. ഞാൻ പറഞ്ഞു, നീ എൻ അങ്ങനെയൊക്കെ തുടങ്ങിക്കൂടെ എന്ന് പറഞ്ഞു. പുള്ളി അപ്പം തന്നെ അതൊരു എന്തോ ഒരു ഇത് കേട്ടു, യുറേക്ക എന്ന് പറഞ്ഞ പോലെ, കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ പോലെ, മതി സ്ഥലം വിട്ടോ. പിറ്റേ ദിവസം കാലത്ത് വന്ന വരികളാണ്. നീ എന്നുള്ളത് ആർക്കും വേണമെങ്കിൽ പറയാം, പക്ഷെ അത് കഴിഞ്ഞിട്ട് അതിനെ കണക്ട് ചെയ്തിട്ട് അദ്ദേഹം മനോഹരമായിട്ടുള്ള വരികൾ തന്നു. അത് ഓർക്കസ്ട്രേഷൻ ചെയ്തു. AVMRR സ്റ്റുഡിയോയിൽ അത് റെക്കോർഡ് ചെയ്യുമ്പോൾ ദാസേട്ടൻ വരുന്നു. ദാസേട്ടൻ വന്ന് പാടുന്നു എൻ്റെ ആദ്യ ഗാനം. അതിൻ്റെ ഒരു പിറവി, അതിൻ്റെ ഒരു സുഖമൊന്നും വേറെയാണ്. അതുപോലെ തന്നെ ഈ ഒരു സോങ്ങിന്റെ സിറ്റുവേഷനിൽ തുടക്കത്തിൽ അച്ഛൻ കമ്പോസ് ചെയ്യുന്നതായിട്ടാണല്ലോ സിനിമയിലുള്ളത്. അതെ, നെടുമുടി വേണുചേട്ടൻ അദ്ദേഹം അത് പാടി കേൾപ്പിക്കും ലൂവീസ് എന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ അടുത്ത്. കൂടെ കോറസ് പാടാനൊക്കെ ആളുണ്ട്. അപ്പോൾ വയലിനുണ്ട് കയ്യിൽ. ഞാൻ എന്ത് ചെയ്താലും ഇതേമാതിരി വരുള്ളൂ, നീ ഒന്ന് ഒരു ഇത്തിരി മോഡേണായിട്ട് എന്ന് പറഞ്ഞിട്ട് 85 ഷൂട്ടിംഗ് സമയത്ത് ഇദ്ദേഹത്തോട് പറയുന്നു. അപ്പം പാടുന്ന പാട്ടായിട്ടാണ് പിന്നീട് വരുന്ന നിങ്ങളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ട്. അതിനു മുമ്പ് കേൾക്കാത്തൊരു പാട്ട് പടത്തിൽ മാത്രമുണ്ട്, അത് നെടുമുടി വേണു പാടുന്നതാണ്. അതെ, അത് അതിൻ്റെ ഒരു 2 വരി പാടാലോ, എന്താ കുഴപ്പം? അത് പാടാൻ പോലെ ശ്രുതി നീയൻ സർഗ സൗന്ദര്യമേ, നീയൻ താത്ത സംഗീതമേ, നിന്റെ സങ്കീർത്തനം ഓരോ ഈണങ്ങളിൽ പാടുവാൻ നീ തീർത്ത മൺവീണ ഞാൻ. ഇത് പാടിയിട്ട് വേണു കണ്ടാ മോനെ, അത് കണ്ട ഇങ്ങനെ വരുന്നുള്ളൂ, നീ ഒന്ന് മാറ്റി ചെയ്യാൻ പറയാണ്. അത് ഭരതേട്ടൻ്റെ ഒരു ഇമാജിനേഷനാണ്. അങ്ങനെ വരുമ്പോൾ, ഈ ട്യൂൺ വരുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ്, അതാണ് പടത്തിൻ്റെത്. അങ്ങനെ പാടിയ ട്യൂണാണ്. നീ എൻ സർഗ സൗന്ദര്യമേ, നീ എൻ തത്ത സംഗീതമേ, നിന്റെ സങ്കീർത്തനം ഓരോ ഈണങ്ങളിൽ പാടുവാൻ നീ തീർത്ത മൺവീണ ഞാൻ, നീ എൻ സർഗ സൗന്ദര്യമേ. എന്നെ തന്നെ പാടാൻ പറ്റില്ല. ഇങ്ങനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് കേട്ടിങ്ങനെ ഇരിക്കുമായിരുന്നു. കാരണം ഇപ്പം എനിക്കത് കേൾക്കുമ്പോഴേ ആദ്യം പാടിയ നീയൻ സർഗ സൗന്ദര്യം അതും കൂടി ഒന്ന് മുഴുവനും ഒരു പാട്ടായിട്ട് സാർ ഇറക്കും. കാരണം അത് അങ്ങനെ കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി, അതിൽ നിന്നും ഒരു ട്രാൻസിഷൻ, അത് തീർച്ചയായിട്ടും നല്ല ട്യൂൺ തന്നെയാണത്. പക്ഷേ അതിന് ആ ഒരു പള്ളി കൊയറിൻ്റെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അതൊന്ന് മാറ്റിയെടുക്കണമെന്ന് ഈ അച്ഛന്
നെടുമുടി വേണമെന്ന് അച്ഛനെ അന്ന് അങ്ങനെ തോന്നി. അത് ആ സിറ്റുവേഷൻ അങ്ങനെയാണ് ഉണ്ടാകുന്നത്. അത് അന്ന് ദാസേട്ടൻ്റെ ശബ്ദത്തിൽ അത് കേൾക്കുമ്പോൾ ഭയങ്കര രസമായിരുന്നു. ഞാനിപ്പോൾ പാടിയ പോലെ അല്ല കേട്ടോ. ഞാനത് കേട്ടിരുന്നു പോയി. ഞാൻ കൂടെ പാടാനുള്ള കാര്യം തന്നെ മറന്നുപോയി. അതിന്റെ അനുപല്ലവി ഒന്നുകൂടി പാടി നോക്കണോ? അനുപല്ലവി പാടിക്കോളൂ. അനുപല്ലവി തൊട്ട് തന്നെ പാടിക്കോളൂ. അല്ല, സാറും കൂടെ പാടും. അതിൻ്റെ ആവശ്യമില്ല, തന്നെ പാടൂ. പൂമാനവും താഴെ ഈ ഭൂമിയും സ്നേഹലാവണ്യമേ നിന്റെ ദേവാലയം. പൂമാനവും താഴെ ഈ ഭൂമിയും സ്നേഹലാവണ്യമേ നിന്റെ ദേവാലയം. അയ്യോ സോറി, വരികൾ ആയിരം ദീപം ഉരുകി ഉരുകി മെഴുകു തിരികൾ ചാർത്തും മധുര മൊഴികൾ കിളികൾ അതിനെ വാഴ്ത്തും. ഞാനും കൂടെ പാടുന്നു നീ എൻ സർഗ സൗന്ദര്യമേ, നീ എൻ സപ്ത സംഗീതമേ, നിന്റെ സങ്കീർത്തനം സങ്കീർത്തനം ഓരോ ഈണങ്ങളിൽ പാടുവാൻ നീ തീർത്ത മൺവീണ ഞാൻ, നീ എൻ സർഗ സൗന്ദര്യമേ. നന്നായി പാടിയിട്ടാ, നല്ല സുഖമുണ്ടായിരുന്നു. ഇടയ്ക്ക് ആ വരി തെറ്റിയതൊക്കെ കുഴപ്പമില്ലല്ലോ. എന്താ വരി നമ്മൾ മനുഷ്യരല്ലേ, ഇടയ്ക്ക് തെറ്റും, വരികൾ തെറ്റണം. അപ്പോഴാണ് നമ്മൾ തന്നെയാണ് പാടുന്നതെന്ന് മനസ്സിലാവുള്ളൂ. അതെ അതെ. ഇനി സാർ, ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന സാറിൻ്റെ ഒരു ഏർലി ലൈഫ്. നമ്മൾ കൊയറിൽ സാർ ഉണ്ടായിരുന്നോ? പള്ളിയുടെ പള്ളി കൊയറിൽ. സാർ സിംഗിങ്ങിലായിരുന്നോ അതോ വയലിനിലായിരുന്നോ? ഇല്ല, അന്ന് വയലിനുണ്ടായിരുന്നില്ല. ഞാനെന്ന് പറയുന്നത് ഞാൻ 5ാം ക്ലാസ് തുടങ്ങിയിട്ടുള്ള വളരെ ചെറുപ്രായത്തിൽ തന്നെ കൊയറിലൊക്കെ പാടും. അന്നത്തെ കൊയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുറിയാനി കുർബാനകളായിരുന്നു. അന്ന് കൊയറൊന്നുമില്ല. എൻ്റെ ഫാദറൊക്കെ ഓർഗനൊക്കെ വായിച്ച് സുറിയാനി ഭാഷയിലുള്ള പാട്ടുകൾ അതെല്ലാം ഏതാണ്ട് ഒരേപോലെ ഇരിക്കും. ജീസസ് ക്രൈസ്റ്റിൻ്റെ ഭാഷ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അന്ന് അങ്ങനെയായിരുന്നു. മലയാളം പാട്ടൊന്നുമില്ല, എല്ലാം കുർബാനയൊക്കെ സുറിയാനിയാണ്. ഞങ്ങൾക്ക് പലർക്കും ലാറ്റിൻകാർക്ക് ലാറ്റിൻ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പം അന്ന് കാലത്ത് ഞാനിതിൽ വളരെ ആകൃഷ്ടനാണ്. പിന്നീട് കുറേ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ കാലത്താണ്, 10ാം ക്ലാസ് എത്തിയ സമയത്താണ് മലയാളത്തിൽ കുർബാന ചെല്ലാൻ തുടങ്ങിയത്. അന്ന് മനോഹരമായിട്ടുള്ള പാട്ടുകളോട് കൂടിയിട്ട് ദൈവകുമാരൻ കാൽവരിക്കുന്നിൽ നിന്ന് തുടങ്ങുന്ന അതിമനോഹരമായ, അന്നൊക്കെ അതൊരു അത്ഭുതമായിരുന്നു നമുക്ക് ആ പാട്ടുകൾ കേൾക്കുന്നത്. എൻ്റെ ചെറുപ്പത്തിൽ നമുക്ക് അത്രമാത്രം നമുക്ക് അതിൽ ഭക്തിയുണ്ട്, എന്നാൽ ഭയങ്കര ആർദ്രതയുണ്ട്, സ്നേഹമുണ്ട്, എല്ലാം ഉണ്ട് ആ പാട്ടുകളിൽ. നമുക്ക് കൂടുതൽ അതുവരെയ്ക്കും നമുക്ക് ഈ പറയുന്ന പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ ഒരു രസമുണ്ടെങ്കിൽ അതെന്താണ് ഭാഷ, ആർക്കും അതിൻ്റെ അർത്ഥമൊന്നും അറിഞ്ഞുകൂടാ. അർത്ഥമറിയാതെ അതിൻ്റെ ഈണത്തിലൂടെ ഇതെല്ലാം ദൈവത്തിനെ ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്നതും സ്തുതിക്കുന്നതുമാണെന്നുള്ളൊരു ധാരണയിൽ അങ്ങോട്ട് കേട്ടുകൊണ്ടിരുന്നിരുന്നു. ഇത് നമുക്ക് അക്ഷരാർത്ഥത്തിൽ മനസ്സിലാവുകയാണ്. അത് ആബേലച്ചനാണ് അതിൻ്റെ അന്നത്തെ കാലത്തെ ആ പുതിയ ഇതിനെ മലയാളം കുർബാനയിലെ പാട്ടുകൾ. മലയാളം കുർബാന മാത്രമല്ല, എല്ലാ കാര്യങ്ങൾക്കും പള്ളിയിലെ എല്ലാ ഇതിനും ഈ മലയാളത്തിലുള്ള പാട്ടുകളാക്കി മാറ്റി. എല്ലാ ശുശ്രൂഷകൾക്കും എല്ലാ തരത്തിലുള്ളതിനും. സാറിന് ഈ പാട്ട് രണ്ടുപേരും പാടാൻ പറ്റും? ദേവകുമാരൻ, അതൊരു ഭയങ്കര നല്ല ഒരു പാട്ടാണ്. ദൈവകുമാരൻ കാൽവരിക്കുന്നിൽ ബലിയണച്ചു, സ്വയം ബലിയണച്ചു. ദൈവകുമാരൻ കാൽവരിക്കുന്നിൽ ബലിയണച്ചു, സ്വയം ബലിയണച്ചു. നമ്മളെ ഒരു കുർബാനയിലോട്ട് ഒരുക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സുഖമായിരുന്നു ഗാനമാണത്.
അതെ. അതുകൊണ്ടാണ് അത് പറഞ്ഞു പോയപ്പോൾ അതൊന്ന് രണ്ടുപേരും പാടാനായിട്ട് പറഞ്ഞത്. പെട്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ഓർമ്മ കിട്ടണ്ടേ. അതെ. അപ്പോൾ അതോടുകൂടിയാണ് ക്വയറിലെ മലയാളം സിംഗിങ് 10ാം ക്ലാസ് മുതലാണ് സ്റ്റാർട്ട് ആവുന്നത് അല്ലേ? അതെ അതെ. അതിനുശേഷം പിന്നെ എങ്ങനെയാണ്, വീട്ടിൽ ആരാ പാടുന്നത്? ഇപ്പോൾ പപ്പ ഓർഗൻ എൻ്റെ ഫാദർ മൈക്കില്ലാത്ത കാലത്ത് പള്ളിയിൽ പാടിക്കൊണ്ടിരുന്ന ആളാണ്. പിന്നെ ഫാദർ പിന്നെ ഫ്ലൂട്ട് വായിക്കും, വയലിൻ വായിക്കും കുറേശ്ശെ. പിന്നെ എൻ്റെ ബ്രദേഴ്സ് എല്ലാവരും, എൻ്റെ മൂത്ത എൽഡർ ബ്രദർ വയലിൻ വായിച്ചിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതിൽ നിന്നാണ് എനിക്ക് ഇൻസ്പിറേഷൻ വയലിനിലേക്ക് വന്നത്. എൻ്റെ ഒരു ഇൻസ്ട്രുമെൻ്റ് വയലാണെന്ന് ഞാൻ കണ്ടുപിടിച്ചത്. പിന്നെ അത് പോൾ എന്ന് പറയും, ML പോൾ. പിന്നെ ML ആൻ്റണി, MLA എന്ന് എല്ലാവരും വിളിക്കും. അദ്ദേഹം വേറെ ഒന്നും വായിക്കില്ല, പക്ഷെ പാട്ട് എനിക്ക് ദാസേട്ടൻ പാടിക്കഴിഞ്ഞാൽ ആ പാട്ടുകൾ പിന്നെ ഏറ്റവും നമ്മളെ ടച്ച് ചെയ്യുന്ന രൂപത്തിൽ ഭാവത്തോടു കൂടി ഭാവാത്മകമായിട്ട് പാടുന്നത് ഈ ചേട്ടൻ പാടുന്നത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. എന്തൊരു ഫീലിലാണ് പാടുകയെന്നറിയാം. ആ പരിശുദ്ധാത്മാവെയൊക്കെ പാടി കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് എന്തൊരു സുഖമാണെന്നറിയോ പരിശുദ്ധാത്മാവ് പാടി കേൾക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടിയിട്ടുള്ള ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ പാടുന്ന ഒരു പാട്ട് ഏതായിരിക്കും? അങ്ങനെ ഞങ്ങൾ അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് പാട്ട് പാടുന്ന ഒരു സ്വഭാവമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആരെങ്കിലും ഒരാൾ പാടും, ജ്യേഷ്ഠൻ പാടും. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പരിശുദ്ധാത്മാവെ അതൊന്ന് പാടിയാൽ, ഇഫ് യു സിങ് ദാറ്റ് ഐ ലവ് ദാറ്റ്. കാരണം അത് ഞാൻ പറഞ്ഞല്ലോ, അത്രയും എനിക്ക് വളരെ പേഴ്സണലി ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ്. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നീർഗഴിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാര വിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ. കീഴുമാത്മാവിലാശ വീശുന്ന മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. Nice. You sang beautifully. ബ്ലെസ്സഡ് മൊമെന്റ് ഫോർ ഓൾ ഓഫ് us. ഇതെനിക്ക് തോന്നുന്നു ഓരോ പാട്ട് കഴിയുമ്പോഴും ഞാനിത് പറയും മിക്കവാറും. അത് വാക്കിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ പറയുന്നതിൻ്റെ കാട്ടിലും സന്തോഷമുണ്ട് മനസ്സിന് ഈ ഗാനങ്ങളെല്ലാം റിപ്പീറ്റഡ്ലി നമ്മൾ പാടുമ്പോൾ. പാട്ടതാണല്ലോ, നമ്മൾ പറയുന്നതിന് 10 ഇരട്ടി ശക്തിയാണ് നമ്മളത്. പ്രാർത്ഥനയിൽ പാട്ടിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് അതാണ്. അല്ലെങ്കിൽ പറഞ്ഞാൽ പോരെ, പ്രാർത്ഥിച്ചാൽ പോരെ, എന്തിനാ പാടുന്നത്? പക്ഷെ പാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 ഇരട്ടി ഫലമുണ്ട്.
അത് ഒരുപാട് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് അങ്ങനെ. ഇപ്പം നമ്മൾ കുറേ പാട്ടുകളും നമ്മൾ മ്യൂസിക്കലി കുറേ കാര്യങ്ങളും നമ്മൾ സംസാരിച്ചു. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, സാറിന് ഭക്തിയൊക്കെ ഉണ്ടല്ലോ അല്ലേ? അതെനിക്ക് ഇഷ്ടമായിട്ടോ. കാരണം നല്ല ചോദ്യമാണ്. ഭക്തിയൊക്കെ ഉണ്ടല്ലോ. കലാകാരന്മാരാകുമ്പോൾ ഭക്തി ഉണ്ടാവാൻ സാധ്യതകൾ കുറവായിരിക്കാം. അല്ല, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. കലാകാരന്മാർക്കാണ് ഭക്തി ഏറ്റവും ഭയങ്കര ഡീപ്പായിട്ട് ഭക്തി ഉണ്ടാവും. ഒന്നുകിൽ ഡീപ്പായിട്ട് ഭക്തി ഉണ്ടാവും, അല്ലെങ്കിൽ ഒട്ടും ഭക്തി ഉണ്ടാവില്ല. ഞാൻ ഈ കലാകാരൻ എന്നുള്ള നിലയ്ക്കൊന്നും അല്ല കേട്ടോ എൻ്റെ ഭക്തി. ഞാൻ വളരെയധികം ഭക്തി, വിശ്വാസം ഉള്ളൊരു വ്യക്തിയാണ്. അതൊരു കാഴ്ചയിൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ ധരിപ്പിക്കാനോ കാണിക്കാനോ ഒന്നുമല്ല. എൻ്റേതായിട്ടുള്ള മനസ്സിൽ വളരെ സെൽഫായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണത്. അതെപ്പോൾ എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. മറ്റുള്ളവർക്ക് കാണാൻ പറ്റണമെന്നില്ല. മറ്റുള്ളവർക്ക് കാണിക്കാൻ വേണ്ടി ഭക്തി കാണിക്കാറില്ല. അവരെന്ത് വേണമെങ്കിൽ, അതൊന്നും എൻ്റെ പ്രശ്നമേ അല്ല. എനിക്ക് എൻ്റെ ഭക്തി, എൻ്റെ മനസ്സ്, എൻ്റെ വിശ്വാസം അതെൻ്റെ ഉള്ളിലാണ്. അതിൽ നിന്നും 100% ഫലം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് ഈ 71 വയസ്സിൽ ഞാൻ ഇതുവരെ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടില്ല, മരുന്ന് കഴിച്ചിട്ടില്ല. ആരോഗ്യത്തിന് വേണ്ടുന്ന നടത്തം അതെല്ലാവരും ചെയ്യണം. നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ നമ്മുടെ മനസ്സ് ശാന്തമാകൂ. മനസ്സിന് ശക്തിയല്ല, മനസ്സ് ശാന്തമാകണം. അത് ശാന്തമാകണമെങ്കിൽ നമ്മളുടെ ശരീരത്തിന് ആരോഗ്യം വേണം. അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒപ്പം മനസ്സിലാണ് കാര്യങ്ങൾ. എനിക്കൊരുപാട് ബുദ്ധിമുട്ടുള്ള അസുഖങ്ങൾ പലതവണ വന്നിട്ടുണ്ട്. എൻ്റെ ലിവറിനായാലും ഹാർട്ടിനായാലും എല്ലാ മനുഷ്യർക്കും വരുന്ന പോലെയുള്ള പ്രശ്നങ്ങൾ എനിക്കും വന്നിട്ടുണ്ട്. അത് വരും, അത് ആ വഴിക്ക് പോകും. മരുന്ന് കഴിക്കാതെ എങ്ങനെയാണ് പോകുന്നത്? അത് നമ്മുടെ മനസ്സിലെ പ്രാർത്ഥനയാണ്, നമ്മുടെ വിശ്വാസം. ദൈവമല്ലേ, ദൈവം നമുക്കത് മാറ്റിത്തരും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. നമുക്ക് സ്വന്തമായിട്ട് കഴിവില്ല എന്നുള്ളത് പണ്ടേ അറിയാം. പക്ഷേ നമ്മളുടെ കഴിവ് മുഴുവൻ ജനറേറ്റ് ചെയ്യുന്നത് സൃഷ്ടിച്ചവൻ്റെ കയ്യിൽ നിന്ന് കിട്ടുകയാണ്. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിശ്വാസവും പ്രാർത്ഥനയും. ആ വിശ്വാസത്തിലൂടെ നമുക്ക് ഈ നമ്മുടെ മനസ്സിൻ്റെ ശക്തി നമുക്ക് കിട്ടും. ഈ ശക്തി കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഏതൊരു അസുഖത്തിനെയും മാറ്റാൻ പറ്റും. തീർച്ചയായിട്ടും പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇതുവരെ ഞാൻ പ്രൂവ് ചെയ്തിട്ടില്ല. ഇതല്ലേ പ്രൂഫ്? ഇങ്ങനെ ഇരിക്കല്ലേ ചോരയും നീരുമായിട്ട് ഒരു മനുഷ്യനിരുന്ന് പറയുകയാണ്. അതിനുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്, തെളിവുണ്ട്. എൻ്റെ വീട്ടിൽ എൻ്റെ വൈഫിനോടോ ചോദിച്ചാൽ അവർ പറയും ഞാൻ ഈ പറയുന്നതൊക്കെ സത്യമാണെന്ന്, വെറുതെ പറയുന്നതല്ല. ഇതാണ് ഭക്തി, എൻ്റെ ഭക്തി മാർഗം എന്ന് പറയുന്നത്. സാറിനോട് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് ഏറ്റവും അധികം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാർ പൂർണ്ണമായിട്ടും സാറിനെ സറണ്ടർ ചെയ്തിട്ടുണ്ട് ടു ദ അൾട്ടിമേറ്റ് പവർ. തീർച്ചയായിട്ടും അതാണ് എനിക്ക് സാർ ഇപ്പോൾ പറഞ്ഞതിൽ നിന്നും എനിക്ക് കിട്ടിയ ഒരു മെസ്സേജ്. ഇപ്പം ഞാൻ ഇതിനെക്കുറിച്ച് ഇനിയൊരു കാര്യം പറയാം. ഇപ്പം എൻ്റെ ഈ റൈറ്റ് ഹാൻഡ് ഇതിൽ 2.5 മസിൽ പൊട്ടിക്കിടക്കുകയായിരുന്നു. ഓക്കെ. ദർ ഈസ് നോ ക്യൂർ. ഈ പ്രായത്തിൽ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 കൊല്ലം കൊണ്ടോ 6 കൊല്ലം കൊണ്ടോ അത് വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാവുന്ന രൂപത്തിലാവും എന്ന് പറഞ്ഞാണ് ഈ കൈ. ബിഫോർ 4 months ആയിട്ടുള്ളൂ. ഇത് ഇങ്ങനെ അനക്കാൻ പറ്റില്ല, എനിക്ക് ഇങ്ങനെ അനക്കാൻ പറ്റില്ല. ഓ എന്തൊരു ആകെ 4 മസിലുള്ളൂ, അതിൽ 2 പോയി കിടക്കുക. ഡോക്ടർ പറഞ്ഞു ഓപ്പറേറ്റ് ചെയ്തില്ലെങ്കിലും ശരിയാവില്ല, ചെയ്താലും ശരിയാവില്ല എന്ന്. എന്ത് ചെയ്യും? ചെയ്തില്ലെങ്കിലും ശരിയാവില്ല, ചെയ്താലും ശരിയാവില്ല, ഉറപ്പ് പറയാൻ പറ്റില്ല എന്ന് മനസ്സിലായി. പിന്നെ നമ്മളിത് വെച്ചിട്ട് വലിയ കളി കളിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പോലും പറ്റില്ല കൈ കൊണ്ട്. ഇത് വെറും എന്താ പറയുക, നിഷ്ക്രിയമായിട്ടുള്ള ഒരു വസ്തു മാത്രമായിരിക്കും. ഇതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. എൻ്റെ പണി അറിയാലോ, വയലിൻ വായിക്കണം. വയലിൻ വായിക്കുന്നതിന് ഇതില്ലെങ്കിൽ യു കാൺട്ട് ഇമാജിൻ. ശരി, ഞാൻ അവിടെ നിന്ന് പോന്നു. എന്നിട്ട് എൻ്റെ ആസ് യൂഷ്വൽ എൻ്റെ പ്രയർ ഉണ്ട്. ഞാനിത് ഭാരം മുഴുവൻ ദൈവത്തിൽ അർപ്പിച്ചു. പിന്നെ എൻ്റെ കോൺഫിഡൻസാണ്, പിന്നെ ഫുൾ കോൺഫിഡൻസ്. ഞാൻ അതിന് പോയി. ഫസ്റ്റ് ഒരു സിറ്റിംഗ് കഴിഞ്ഞു.
ഒപ്പം ഞാൻ കുറച്ച് ഹോമിയോ മെഡിസിൻ കഴിക്കുന്ന ആളാണ് കേട്ടോ, അതും പറയാമല്ലോ. അത് ഹോമിയോ മെഡിസിൻ എന്ന് ആരും പറഞ്ഞു ഇത് എന്തിനാ ഇയാൾ കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ഹോമിയോ മെഡിസിൻ കഴിക്കും. ജനറൽ ഹെൽത്തും എല്ലാം അത് എനിക്ക് ക്യൂർ ചെയ്യുന്നതാണ്. അത് ഈ സമയത്ത് പറയണം. എന്ത് കഴിച്ചാലും എന്ത് കഴിച്ചില്ലെങ്കിലും ആദ്യത്തെ സിറ്റിംഗ് കഴിഞ്ഞ് 2ാം സിറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഒന്നിങ്ങനെയായി. 1 കൊല്ലം ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞ് എന്നിട്ട് പുള്ളി പറഞ്ഞു കുറച്ച് ബെറ്റർ ഉണ്ട്, ഒരു കാര്യം ചെയ്യൂ 2 ആഴ്ച കഴിഞ്ഞിട്ട് വരൂ. 2 ആഴ്ച കഴിഞ്ഞ് പോയപ്പോൾ പുള്ളി അപ്പോൾ ഡോക്ടർ കാര്യം പറഞ്ഞു, ദൈവത്തിന് സ്തുതിന്ന്. ഹീ ഗോട്ട് ഇറ്റ്. അല്ലെങ്കിൽ ഇത് ശരിയാവില്ല. അദ്ദേഹത്തിനറിയാം എന്ത് കഴിച്ചാലും ശരിയാവില്ല, അങ്ങനത്തെ സംഭവം ഉള്ളിൽ കിടക്കുന്നതെന്ന് അറിയാം. ആ ഒരു വിശ്വാസമാണ് ഇന്ന് എനിക്ക് ഇതിങ്ങനെ ഉയർത്താനും പിടിക്കാനും എനിക്ക് ഇങ്ങനെ കൈ കൊണ്ട് കാണിക്കാനും എനിക്ക് ഐ ക്യാൻ പ്ലേ വയലിൻ നൗ. എനിക്ക് വയലിൻ വായിക്കാൻ പറ്റും. പക്ഷേ ഞാൻ വിചാരിച്ചു ഇതൊക്കെ all this happened in 2 months of time. Now it is daily, it is improving. So ഇതൊക്കെ ഞാൻ ആരോടാ നന്ദി പറയണ്ടേ? This is what I have to tell you. This is a fact. You have faith. You have confidence in you. വിശ്വാസം ഉണ്ടാകുക. ഇതൊക്കെ പൂർണ്ണമായിട്ടും ഇതിനൊട്ടും സംശയം പാടില്ല. സംശയിച്ചോളൂ. അപ്പോഴും ഒരു മാർഗമുണ്ട്. അപ്പോഴും നമ്മൾ അവിടേക്ക് തന്നെ വിടാം. ദൈവത്തിനോട് തന്നെ പറയാം, സംശയമുണ്ട്, എന്നോട് ക്ഷമിക്കണം, എൻ്റെ ഒരു കൂടപ്പിറപ്പാണ്, എനിക്ക് സംശയമുണ്ട്, ബട്ട് ഐ ബിലീവ് ഇൻ യു, ഐ നോ യു ക്യാൻ റെക്ടിഫൈ ദാറ്റ് എന്നുള്ള അങ്ങനെയാണ് നമ്മൾ അതിനെ ചിന്തിക്കേണ്ടത്. ദാറ്റ്സ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മെസ്സേജ് സർ. കാരണം നമ്മൾ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻറ്റ് വേണമല്ലോ. അപ്പോൾ ഒരു മേ ബി അറ്റ് സം പോയിന്റ് ഈ പറഞ്ഞ പോലെ ഒരു സംശയം വരും, നമ്മൾ പ്രാർത്ഥിച്ചിട്ടൊന്നും നടക്കുന്നില്ലല്ലോ ദൈവമേ, അല്ലേ? അത് പറഞ്ഞാൽ മതി, എനിക്ക് ഇങ്ങനത്തെ ചെറിയ കുഴപ്പങ്ങളുണ്ട്, യു നോ ദാറ്റ്, പ്ലീസ് ട്രൈ ടു അഡ്ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് മീ എന്ന് പറഞ്ഞ് അതെ, അവിടെ he will be laughing, he will be smiling at us. ഇതിപ്പോൾ സാറ് പറഞ്ഞപ്പോഴാണ്, സാർ ആദ്യം പറഞ്ഞൊരു മെസ്സേജ് ഉണ്ട്, മെറിനൊരു ഇൻട്രോ നൽകിയപ്പം സാർ പറഞ്ഞു ഇങ്ങനെ ഇൻട്രോ കിട്ടണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യം ചെയ്യണം. അപ്പോൾ ശരിക്കും സാർ ഇത് ഈ ഒരു ഗോഡ് എക്സ്പീരിയൻസ് പറയുമ്പം അത് പുതിയ തലമുറയ്ക്കുള്ളൊരു മെസ്സേജാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. തീർച്ചയായിട്ടും ഞാൻ വാട്ട് എവർ ഐ ഡു ഐ വാണ്ട്, എനിക്കത് മെസ്സേജ് ആവണം. വി ഷുഡ് ബി, നമ്മൾക്കത് ചെയ്യാവുന്ന ഒരു കാര്യമാണ്, നമുക്ക് നഷ്ടമില്ലാത്തൊരു കാര്യമാണ്. മറ്റുള്ളവർക്ക് നമ്മൾ കാരണം ഞാൻ പോകുന്ന സ്ഥലത്ത് 2 വാക്ക് സംസാരിക്കുന്നതിൽ, എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിൽ മറ്റൊരാൾക്ക് ഒരു ചെറിയ സുഖം അവൻ്റെ മനസ്സിന് കിട്ടിയാൽ അതാണ് ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ. അതിനു വേണ്ടിയിട്ട് ഞാൻ പ്രയത്നിക്കും, അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ചിന്തിക്കാറുണ്ട് ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ ചെയ്താൽ. പിന്നെ ചില സമയത്ത് നമ്മളുടെ മനസ്സ്, നമ്മൾ മനുഷ്യരാണ്, ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നതെല്ലാം നല്ലതെന്ന് നമ്മൾ വിചാരിക്കുന്നത് മറ്റൊരാൾക്ക് നല്ലതാവണമെന്നില്ല, മനസ്സിലായ? ബട്ട് ദാറ്റ് ഈസ് ലെഫ്റ്റ് ടു അസ്. അത് അതിൻ്റെ പിന്നിൽ ഒരു കൺട്രോൾ ദൈവം കാണിക്കും, ദൈവത്തിനുണ്ടാവും, പല പദ്ധതി ഉണ്ടാവും. പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കും നമ്മൾ വളരെ ഭയങ്കരമായിട്ട് ഇത് ചെയ്തിട്ട് എന്തോ ഭയങ്കര അനിഷ്ടമായിട്ടുള്ള നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, ഒന്നും വിചാരിക്കണ്ട, ഇതൊക്കെ ഇത്ര പോകുന്ന വലിയൊരു വലിയ കടലിൻ്റെ അകത്തൊരു ചെറിയ തുള്ളിയിൽ വരുന്ന ചെറിയ മാറ്റങ്ങളാണ്. ആ തുള്ളിക്ക് ചുറ്റും നിൽക്കുന്നവർ എന്ന് പറഞ്ഞ് നോക്കും, പക്ഷെ മേലെ കടലിൽ നോക്കുന്നവർ ആ തുള്ളി കാണുമോ? ഇല്ല. ദാറ്റ്സ് ഇറ്റ്. ഇത്രയും ഹോൾ കൺട്രോൾ അല്ലേ. അപ്പം നമ്മൾ അതൊക്കെ അതിലുണ്ടാവും. ദർ ഷുഡ് ബി സംതിങ് ബിഹൈൻഡ് ദാറ്റ്. എന്തുകൊണ്ടാണ് അതങ്ങനെ, നമ്മൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം സംഭവിച്ചത്, നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം സംഭവിച്ചത്, ദർ ഇസ് എ പ്ലാനിങ് ഫോർ എവറിഥിങ്. കുറേ കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും. ജീവിതത്തിലെല്ലാം അങ്ങനെയാണ്. നമ്മളിപ്പോൾ അതല്ല, ഞാൻ നാച്ചുറൽ നമ്മുടെ സാധാരണ ലൈഫിൽ ഇപ്പോൾ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് കുറേ മ്യൂസിക് നമ്മൾ പ്രാക്ടീസ് ചെയ്തു. ഞാനൊരു ഉദാഹരണം പറയാം. ആ പ്രാക്ടീസ് ചെയ്തു അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്കൊരു ഗുണവും അന്ന് കിട്ടിയില്ല. അപ്പോൾ നമ്മളത് വിട്ടു. വർഷങ്ങൾ പലതും കഴിഞ്ഞു, 20 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഒരു സാഹചര്യം വരുമ്പോൾ അന്ന് പ്രാക്ടീസ് ചെയ്ത ഈ മ്യൂസിക് ചിലപ്പോൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് ദൈവം തന്നെ തരും. 20 കൊല്ലം നമ്മളുടെ ക്ഷമയെ പരീക്ഷിക്കുന്നതല്ല, അതിൻ്റെ ടൈമിങ് അതാണ്. നമ്മളെന്തിനാണ് നമ്മളെ പരീക്ഷിക്കണമെന്ന് പറയുന്നത്? പരീക്ഷിക്കുന്നതൊന്നുമില്ല, അതിൻ്റെ ടൈമിങ് വന്നു, അത് നമുക്ക് ഉപയോഗിച്ചു. എനിക്ക് നാഷണൽ അവാർഡ് കിട്ടി. ശുഭോന്തരാളി രാഗത്തിലൊരു കുറച്ച് പാട്ടുകൾ ചെയ്തപ്പോൾ ഇറ്റ് ഹാപ്പൻ. സോ ഐ ടുക്ക് ഇറ്റ്. ഈ ഒരു കാത്തിരിപ്പിന് വേണ്ടിയിട്ടാണ്. അന്ന് ചിലപ്പോൾ വേണമെങ്കിൽ വല്ല ഒരു ചെറിയ അവാർഡ് കൂടി അവസാനിച്ചേനെ. ഒരു വലിയ അവാർഡ് കിട്ടാൻ വേണ്ടി ഇത്രയും കാലം എന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ചു. നമ്മളങ്ങനെയാണല്ലേ. ഹീ ഈസ് മേക്കിംഗ് അസ് വെയിറ്റ്, യു വിൽ ഗെറ്റ് ഇറ്റ്.
ആ ഒരു വിശ്വാസം, നടുവിൽ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടാതെ നമ്മൾ കണ്ടിന്യൂ ചെയ്താൽ യു വിൽ ഗെറ്റ് ഇറ്റ്. എവറിഥിങ് വിൽ ബി പെയ്ഡ് ബാക്ക്. ഇനി അടുത്ത് എന്താ, ഇപ്പോൾ കുറച്ച് നമുക്ക് പാട്ട് പാടുന്നുണ്ടോ? അല്ല, ഇതും നല്ല രസമുണ്ട്. നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ അങ്ങ് സംസാരിക്കാം. എൻ്റെ ഫാദർ ഭയങ്കര പയസ് ആൻഡ് ഭയങ്കര സ്ട്രിക്റ്റാണ്. ആ കുടുംബ പ്രാർത്ഥനയ്ക്ക് വീട്ടിൽ ആ സമയത്ത് ആരെങ്കിലും വന്നില്ലെങ്കിൽ നല്ല അടി കിട്ടും. കൊച്ചുകുട്ടികളല്ലേ, അടിച്ചു വളർത്തണമല്ലോ, പേട്ടിച്ചിട്ട് വന്നിരിക്കും. അപ്പം അന്ന് എല്ലാം കഴിഞ്ഞ് ഏറ്റവും അവസാനമാണെന്ന് തോന്നുന്നു ഒരു പാട്ടുണ്ട്, കൂട്ടമായിട്ട് പാടും. അതിൻ്റെ അർത്ഥമൊന്നും അന്നും ഞാൻ 4ാം ക്ലാസ്സിൽ പോലും ആയിട്ടില്ല, 2ാം ക്ലാസ് 3ാം ക്ലാസ്. അന്നും ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പാടിപ്പോവും. ഞങ്ങൾ പാടുന്ന സ്റ്റൈലിൽ ഞാൻ പാടാം. ആ ശരി. നിത്യസഹായമാരേ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ, നിന്മക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്ക സ്നേഹനാഥേ. നീറുന്ന മാനസങ്ങൾ ആയിരമായിരങ്ങൾ കണ്ണീരിൻ താഴ്വരയിൽ നിന്നിതാ കേഴുന്നമ്മേ. നിത്യസഹായമാരേ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ, നിന്മക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്ക സ്നേഹനാഥേ. ഇതൊരു വല്ലാത്ത മാജിക് ഉണ്ട് ഇതിൻ്റെ പുറകിൽ, അങ്ങനെ പറയാം. ഞാനിവിടെ വന്നപ്പോൾ ഭയങ്കര തലവേദനയും ശാരീരികമായിട്ട് എനിക്ക് അവിടെ നിന്ന് യാത്ര ചെയ്തു വന്നതിൻ്റെയും ചൂടിൻ്റെയും എല്ലാം കൂടി വല്ലാതെ, പിന്നെ ഉറക്കക്ഷീണവും എല്ലാം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഇത് പാടിയില്ലേ ഇപ്പോൾ, എനിക്കത് മുഴുവൻ എൻ്റെ ശരീരത്തിൽ നിന്ന് മാറി. ഇതാണ് അതിൻ്റെ മാജിക്. നമ്മൾ ഉള്ളുരുകി പാടുമ്പോൾ, ഉള്ളുരുകി പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് ഇത്തരം കാര്യങ്ങൾ നമുക്ക് സംഭവിച്ചുകൊണ്ടേയിരിക്കും. അത് നമ്മൾ പലരും മനസ്സിലാക്കുന്നില്ല. പക്ഷെ ഉള്ളുരുകി പ്രാർത്ഥിച്ചാൽ എനിക്ക് തോന്നുന്നത് ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട് ഭയങ്കരമായിട്ട്. അത് അവരുടെ രീതി, എനിക്ക് ആ രീതി പറ്റില്ല. മറ്റുള്ളവരെ കാണാനും പിടിക്കാൻ ഞാൻ എൻ്റേതായിട്ടുള്ളൊരു സ്പേസിലാണ് ചെയ്യുക. പക്ഷേ ഇതിപ്പം നമ്മൾ അറിയാതെ കണ്ടത് പാടിയപ്പോൾ എൻ്റെ തലവേദനയൊക്കെ എനിക്ക് പോയ പോലെ തോന്നുന്നുണ്ട് കേട്ടോ, സത്യമായിട്ട് പറയാം. അത് നന്നായിട്ട്, അത് മ്യൂസിക് ആൾസോ ഹാസ് ഗോട്ട് പവർ. മ്യൂസിക് ഈസ് ദൈവികമാണ്. മ്യൂസിക്, സംഗീതം, എല്ലാ കലകളും അതിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന കല സംഗീതം തന്നെയാണ്. അത് ദൈവികമാണ്. സാറ് പള്ളിയിൽ പാടിയിട്ടുള്ള സാറിന് ഇഷ്ടപ്പെട്ട ഒരു ഗാനം ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് 4 വരി പാടാമോ? തീർച്ചയായിട്ടും. ഞാൻ ഒരുപാട് ഗാനങ്ങൾ പള്ളിയിൽ പാടിയിട്ടുണ്ട്, ഫുൾ മാസിൻ്റെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഏറ്റവും ആദ്യത്തെ ഒരു ഓർമ്മ എന്ന് പറയുന്നത്, ഞാൻ 4ാം ക്ലാസ്സിലോ, 4ാം ക്ലാസ് ആവില്ല, 8ാം ക്ലാസ്സിലൊക്കെയാണെന്ന് തോന്നുന്നു. 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലത്ത് തട്ടിലച്ചൻ, തട്ടിൽ എന്നാണ് അറിയുള്ളൂ, ഞങ്ങൾ ഇതല്ലേ പറയുള്ളൂ, ഹൗസ് നെയിമേ പറയുള്ളൂ, വീട്ടും പേര്. അങ്ങനെ തട്ടിലച്ചനുണ്ടായിരുന്ന കാലം. അദ്ദേഹം ഈ നന്നായിട്ട് പാടും. അപ്പം അദ്ദേഹം പഠിപ്പിച്ചു തന്ന ഒരു പാട്ട്, പിന്നീട് അത് മനസ്സിലായത് അത് ദേവരാജൻ മാസ്റ്ററും ONV സാറും എഴുതിയ വരികളാണ് എന്ന് മനസ്സിലാക്കിയത്. അത് വളരെ പിന്നീട് മനസ്സിലായതാണ്. പക്ഷെ അന്ന് എനിക്കത് തട്ടിലച്ചൻ ഉണ്ടാക്കി തന്ന പോലെയാണ് എനിക്ക് എൻ്റെ ഓർമ്മയിൽ അത്രയേ ഉള്ളൂ. ഇത് ഇത് നല്ല പെയിൻഫുള്ളായിട്ടുള്ളൊരു സോങ്ങാണ്. അപ്പോൾ ഇത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഈ ദുഃഖ വെള്ളിയാഴ്ചയുടെ അന്ന് എല്ലാ ഇതും കഴിഞ്ഞ് നഗരി കാണിക്കലും ഇതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും മുട്ടുമ്പോൾ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാനിതവിടെ രൂപം കുരിശിൻ്റെ മുമ്പിൽ കർത്താവിനിങ്ങനെ കിടക്കുന്നു, ചോരയിൽ കുളിച്ച് കിടക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ആ ക്രോസ്,
ആ ക്രോസിന് മുമ്പ് ഞാൻ താഴത്ത് മുട്ടുകുത്തി നിന്ന് കൈ വിരിച്ചുകൊണ്ട് പാടുന്നത്. ഞാൻ ട്രൗസറൊക്കെ ഇട്ടിട്ടാട്ടോ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. ആ പാട്ട് പാടി കഴിയുമ്പോൾ എൻ്റെ ഒരു ആൻറ്റി ഉണ്ട്, ട്രീസ ടീച്ചർ, വെള്ളയും വെള്ളയാണ്, കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ അവർ പറയും, നീ ഈ പാട്ട് പാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പള്ളിയകത്തുള്ള എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുകയാണോ. അല്ല, അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലൊരു പാട്ടാണത്. എനിക്ക് അന്ന് അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ അതിലത്തെ ആ വാക്കുകളും അതിൻ്റെ ഈണവും എന്നെ സ്പർശിച്ചുകൊണ്ട് ഞാൻ പാടുന്നതാണ്. അതിൻ്റെ 4 ലൈൻ പാടാം. കാരിരുമ്പാണി പഴുതുള്ള കൈകളെ കാത്തരുളേണമേ ഞങ്ങളെ, പാരിൻ്റെ പാപങ്ങൾ പോക്കുവാൻ പ്രാണനും ദാനമായേകിയോനേ, ഇത്തിരി നൊമ്പരങ്ങൾ കൊച്ചുമെഴുതിരികൾ കത്തിച്ചു വെച്ചു ഞങ്ങൾ, കത്തിച്ചു വെച്ചു ഞങ്ങൾ, വിണ്ണിൻ കെടാവിളക്ക് നിൻ തിരു സന്നിധിയിൽ കുമ്പിട്ടു നിൽപ്പു ഞങ്ങൾ, കുമ്പിട്ടു നിൽപ്പു ഞങ്ങൾ, കാരിരുമ്പാണി പഴുതുള്ള കൈകളെ കാത്തരുളേണമേ ഞങ്ങളെ, പാരിൻ്റെ പാപങ്ങൾ പോക്കുവാൻ പ്രാണനും ദാനമായേകിയോനേ. ശരിക്ക് അന്ന് പാടിയ പോലെ ഒന്നും പാടാൻ പറ്റുന്നില്ല കേട്ടാ. അന്ന് 12 വയസ്സാണ്. ഇന്നും ഈ ഗാനം സാറ് പാടുമ്പോൾ, സാറ് ആ ഫീൽ ഉൾക്കൊണ്ട് പാടുമ്പോൾ ഞങ്ങളിലേക്കും അത് എത്തുകയാണ് സാർ. അത് കിട്ടിയാൽ നല്ലത്. സാറ് ഓരോ പാട്ടിനും അതിനകത്ത് ഫീലിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പിന്നെ തീർച്ചയായിട്ടും അല്ലാണ്ട് പാടാൻ പറ്റൂല. അതൊക്കെ ആണെന്ന് തോന്നുന്നു. കാരണം ഓരോ പാട്ടും സാറിൻ്റെ ശബ്ദത്തിലൂടെ അത് കേൾക്കുമ്പോഴത്തെ വ്യത്യാസം അത് ഭയങ്കരമായിട്ട്. അതെന്താണെന്നറിയോ, ഞാൻ അതിനൊരു സൂത്രം പറയാം. അത് യു സിങ് വിത്ത് എ ഗുഡ് ഫീൽ. എനിക്കറിയാം, എൻ്റെ ഒരു പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കാരിരുമ്പാണി പഴുതുള്ള കൈകളെ കാത്തരുളേണമേ ഞങ്ങളെ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ ഡെപ്ത് കിടക്കുന്നത് നമ്മൾ ചിന്തിച്ചു പോയാൽ നമുക്ക് പാടാൻ പറ്റില്ല. കാരിരുമ്പാണി കയ്യിൽ തറച്ച് വെച്ച് നമ്മൾ തന്നെയാണ്. ആൻഡ് വി ആർ ആസ്കിങ് ഫോർ ബ്ലെസ്സിങ്. ഇതൊക്കെ എനിക്ക് ആലോചിച്ച് പോകും. അപ്പോൾ ചില നേരത്തെ എനിക്ക് പാടാൻ പറ്റാണ്ടാവും. ഐ ബിക്കം ഇമോഷണൽ. അതേപോലെ പാരിൻ്റെ പാവങ്ങൾ പോക്കുവാൻ പ്രാണനും ദാനമായേകിയോനെ, അത് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് വി കനോട്ട് സിങ് ഇറ്റ്, വിൽ ബിക്കം ഇമോഷണൽ. അപ്പോൾ അവിടെ എൻ്റെ ഇമോഷനെ ഞാൻ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്ത് പാടുമ്പോൾ ഫീൽ മുഴുവനും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, എന്നാലും കുറച്ചൊക്കെ കൊണ്ടുവരും. ഇങ്ങനെ നമ്മൾ പാട്ടിനെ അപ്രോച്ച് ചെയ്യണം. വി ഷുഡൻറ്റ് ബി ഏബിൾ ടു സിങ് ദാറ്റ് ഔട്ട് ഓഫ് ഇമോഷൻ. അതിൻ്റെ ഫീൽ കൊണ്ട് നമുക്കത് പാടാൻ പറ്റാണ്ടാവണം. ആ ഒരു സാഹചര്യം വരുമ്പോഴാണ് പിന്നെ നമ്മളത് കൺട്രോൾ ചെയ്യുക. ദെൻ വി ക്യാൻ പ്രസൻറ്റ് ഇറ്റ്. അല്ലെങ്കിൽ നമ്മൾ ഇമോഷണലായി കരഞ്ഞു പോകും. അത് പാടില്ല അല്ലേ? അതിർവരമ്പ് കണ്ടിട്ട് നിർത്തി. പക്ഷെ അത്ര വരെ എൻ്റെ ഫീൽ ഉണ്ട്, അതിനേക്കാൾ ഫീൽ കെടുക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ അടുത്തേക്ക് എത്തി നിർത്തണം. അല്ലാണ്ട് തുടക്കത്തിലെ ചുമ്മാ വരികൾ ഈണങ്ങൾ പാടുന്നതല്ല. ടെക്നോളജി ഒത്തിരി ഇപ്പോൾ ഈ ഒരു മൂവിങ് ട്രെൻഡ് എന്ന് പറയുന്നത് ടെക്നോളജി വളരെ വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇൻഫ്ലുവൻസ് ഓഫ് AI ഒക്കെ ഒത്തിരി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം സാറിൻ്റെ സോങ്സിൽ എത്രത്തോളം ടെക്നോളജിക്ക് ഇമ്പോർട്ടൻസ് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്? അതായത് തുടങ്ങിയ കാലത്ത് ഇപ്പോൾ നീ സർഗ സൗന്ദര്യത്തിന്റെ നമ്മൾ പറഞ്ഞു അനലോഗില് 8 ട്രാക്ക് വന്ന ടെക്നോളജി ഇപ്പോൾ 1000കണക്കിന് ട്രാക്കുകളുള്ള ടെക്നോളജി. ഇടയ്ക്ക് എവിടെയെങ്കിലും സാർ പഴയത് മിസ് ചെയ്യാറുണ്ടോ?
പഴയത് മിസ് ചെയ്യുന്നതല്ല, അത് ക്രിയേറ്റീവ് സൈഡിലാണ് നമുക്ക് അങ്ങനത്തെ ചില കാര്യങ്ങൾ. പണ്ട് എന്ന് പറയുന്നത് നമുക്ക് സ്പോട്ടിൽ ഇംപ്രവൈസേഷൻ ചെയ്യാൻ പറ്റും. ഗായകർ തന്നെ പാടാൻ വരുന്ന നേരത്ത് നമ്മൾ അവരോട് പാടിപ്പിക്കുന്നതും ഒരു ട്രാക്ക് ഫുള്ളായിട്ട് റെക്കോർഡ് ചെയ്തിട്ട് ആ ഒരു ചട്ടക്കൂടിനകത്ത് നിന്നിട്ട് അപ്പോഴും നമ്മൾ അവരെ കൊണ്ട് ഒരുപാട് പാടിപ്പിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും നമ്മുടെ ഫ്രീഡം കുറച്ച് കുറയും. പണ്ട് കാലത്ത് പാട്ടിന് ടെമ്പോ ഫിക്സ് ചെയ്യും, താളം. അതെങ്ങനെയാ? ഏത് താളത്തിൽ വേണമെങ്കിൽ വായിക്കാമല്ലോ. നിത്യസഹായമാതെന്നും പാടാം, നിത്യസഹായ അങ്ങനെ പാടാം, നിത്യസഹായ മാതെ അങ്ങനെയും പാടാം. അതൊക്കെ ഓരോരുത്തരുടെ മൂഡിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ഈ ടെമ്പോ എന്ന് പറയുന്ന ഒരു പടത്തിനൊരു പാട്ട് അതിൻ്റെ ലിറിക്സിൻ്റെ ഘടന അനുസരിച്ചിട്ട് അതിനൊരു ടെമ്പോ ഫിക്സ് ചെയ്യണം. ഈ ടെമ്പോ ഫിക്സ് ചെയ്യുന്നത് ഓരോ വ്യക്തിക്കും പാടാനുള്ള സ്പീഡിൽ പാടാനുള്ള കഴിവ് വേറെയാണ്. വാക്കുകൾ ഉച്ചരിക്കുന്നതിൻ്റെ, ആ ലിപ്പ് കെടുക്കുന്നതിൻ്റെ, ടങ്ക് ഉപയോഗിക്കുന്നതിൻ്റെ. ഒരു ഗായകന് കുറച്ച് സ്പീഡായിട്ട് പാടാൻ പറ്റും, മറ്റൊരു ഗായകന് അത് അതേപോലെ പാടണമെങ്കിൽ കുറച്ച് സ്ലോ ആക്കണം. ഇനിയൊരു ഗായകന് നല്ല സ്പീഡായാലും പാടാൻ പറ്റിയെന്ന് വരുള്ളൂ. ഇങ്ങനെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഗായകർ പാട്ട് റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് ഇത് സ്റ്റുഡിയോയിൽ വരും, ഇത് കേട്ടിട്ട് അവരെ വെച്ചിട്ട് റിഹേഴ്സൽ ചെയ്യും. അപ്പം നമ്മൾ മ്യൂസിക് ഡയറക്ടേഴ്സ് ഇരുന്നിട്ട് അങ്ങോട്ട് നോക്കും, തവരെ കുറച്ച് താളം ഒന്ന് കുറച്ച് വയ്ക്കേ, എന്നിട്ട് വീണ്ടും റിഹേഴ്സൽ നോക്കും, ഇത് ഓക്കെ, അല്ലെങ്കിൽ ടെമ്പോ കുറച്ച് കൂട്ടിയേക്ക്. അതിവർ ഞാൻ പാടുന്നതിനല്ല ടെമ്പോ കൂട്ടുന്നത്, ആ പാടുന്ന ആളെ വെച്ചിട്ടാണ് ആ ടെമ്പോ ഫിക്സ് ചെയ്യുന്നത്. ആ ടെമ്പോയിൽ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇറ്റ് വിൽ സൗണ്ട് ബ്യൂട്ടിഫുൾ. അതുമാത്രമല്ല, ദാസേട്ടനൊക്കെ അന്നത്തെ പാടുമ്പോൾ ഒരു പാടിനൊരു ക്ലിക്ക് ട്രാക്കില്ല, നോ മെട്രോണം, പെർഫെക്റ്റ് ഇങ്ങനെ കാലപ്രമാണം ഇങ്ങനെ ടക്ക് ടക്ക് ടക്കെന്ന് പോവില്ല, മെക്കാനിക്കലായിട്ട് പോവില്ല. ഓരോ വരിക്കനുസരിച്ചിട്ട് ചില ഭാവം കൊടുക്കാനായിട്ട് ദാസേട്ടൻ ചിലപ്പോൾ കുറച്ചൊന്ന് വലിക്കും. എല്ലാവരും ഒരുമിച്ചല്ലേ വായിക്കുന്നത്, ട്രാക്കല്ലല്ലോ. അപ്പോൾ തബലക്കാർ അതിനനുസരിച്ചിട്ട് കുറയ്ക്കും കൂട്ടും. ദാസേട്ടൻ പാടുന്നവനെ ഫോളോ ചെയ്യും, പാടുന്ന ആളെ ഫോളോ ചെയ്യും. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാട്ടിന് മാക്സിമം എക്സ്പ്രഷൻ കിട്ടിയിരിക്കും. ഒരിക്കലും ഒരു പഴയ പാട്ട് എടുത്തിട്ട് മെട്രോണത്തിലിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല, അത് മാറിക്കൊണ്ടിരിക്കും. അത് ബിക്കോസ് ഓഫ് ദിസ് എക്സ്പ്രഷൻസ്. ലൈഫ് നമ്മളിപ്പോൾ നമ്മുടെ ഇവിടുത്തെ സിനിമാ പാട്ടുകളാണ് ടിക് 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 ടിക്. ചില വാക്കുകൾക്ക് ആ ടിക് ടിക്കിൽ ചേരും, ചില വാക്കുകൾ അതിൻ്റെ അകത്ത് ഞെരുങ്ങും. അപ്പം ഞെരുങ്ങണ നേരത്ത് ലിറിക്സിസ്റ്റ് കൂടെ ഉണ്ടെങ്കിൽ അവർ പറയും അത് 3 അക്ഷരം വേണ്ട, 2 അക്ഷരം മതി, അത് ഞെരുങ്ങുന്നുണ്ടെന്ന് പറയും. ഇത്രയൊക്കെ കോംപ്ലിക്കേഷൻസ് ഇതിൽ നടക്കുന്നുണ്ട് ഈ ടിക് ടിക്കിൻ്റെ ഒപ്പം. നമ്മളിപ്പോൾ വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക് എടുത്ത് നോക്കിയാൽ ഇത്രയും മനോഹരമായിട്ടുള്ള മ്യൂസിക്, ഒരു ടിക് ടിക്കും ഇല്ല. ഓരോ ഫ്രേസിനനുസരിച്ചിട്ട് ആ കണ്ടക്ടർ വന്നിട്ട് അതിനെ ആഡ്ലിബായിട്ട് കണ്ടക്ട് ചെയ്യും. ഒരേ ടെമ്പോയിൽ നല്ല സ്ട്രിക്റ്റ് ആയിട്ട് പോണ സാധനം ജിഞ്ചര ജിഞ്ചൻ 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 ജിഞ്ചര ജിഞ്ചൻ അത് പോകും. പിന്നെ എന്ന് പറയുന്നൊരു സുഖം, എന്ന് പറയുന്നതും എന്ന് പറയുന്നൊരു സുഖം അതിന് കിട്ടില്ല. ദാറ്റ് ഇസ് ആഡ്ലിബ്, ദാറ്റ് ഇസ് ഹ്യൂമൻ ഫീൽ. എവറി നോട്ട് എവറി ടൈം ആ ഫ്രേസിനനുസരിച്ച് അതിൻ്റെ എക്സ്പ്രഷനും സ്പീഡും മാറിക്കൊണ്ടിരിക്കും. ഇതാണ് അതിൻ്റെ കാര്യം, അതാണ് പഴയ. അപ്പോൾ അതാണ് വാട്ട് വി ആർ മിസ്സിങ് നൗ. ഓക്കെ, അപ്പോൾ ഈ ഒരു സോങ്ങിന് ശേഷം ഇനി എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, എനിക്ക് ഞാൻ കുറേ കാര്യങ്ങളായി ചോദിക്കുന്നു, പക്ഷേ എനിക്ക് അടുത്ത ഒരു ചോദ്യം വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം സാറിൻ്റെ ഫാമിലി എപ്പോഴും നമ്മൾ എല്ലാ ചാനൽസിലും എപ്പോഴും നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്ന ഒരു ഫാമിലിയാണ് നമ്മൾ കാണുന്നത്. അതിന് ദൈവത്തിന് നന്ദി ആദ്യം. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസിൽ ഒത്തിരി കപ്പിൾസ് അല്ലെങ്കിൽ ഒത്തിരി ഡിവോഴ്സസും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന ഒരു വേളയിൽ സാറിന് എന്താണ് ഇപ്പോൾ വിവാഹ ജീവിതം തിരഞ്ഞെടുക്കാൻ പോകുന്ന കുട്ടികളുടെ അടുത്ത് പറയാനുള്ളത്? സ്നേഹം എന്ന് പറയുന്നത് ഈ കാണുന്ന കാഴ്ചയിലല്ല. കാഴ്ചയിൽ പലതും ഉണ്ടാവും, പക്ഷേ ആ മനസ്സ് നമുക്ക് കാണാൻ പറ്റുമ്പോൾ, പരസ്പരം മനസ്സ് കൈമാറുമ്പോൾ ഉണ്ടാകുന്ന ആ മനസ്സ് എനിക്ക് കാണാൻ പറ്റുക, എൻ്റെ മനസ്സ് അവർക്ക് കാണാൻ പറ്റുക. പറ്റിക്കഴിഞ്ഞാൽ ഈ മുഖത്തുള്ള കളറും ഭംഗിയൊന്നും നമുക്ക് വേസ്റ്റാണ്. ആ ഉള്ളാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്.
അതിനോടുള്ള ഇഷ്ടം. ഒരു വ്യക്തി നമ്മളോട് നന്നായിട്ട് പെരുമാറി തുടങ്ങുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ മുഖത്ത് നിന്ന് നമ്മുടെ കണ്ണ് മാഞ്ഞ് അവരുടെ മനസ്സിലേക്ക് നമ്മുടെ കണ്ണ് പോകും. അത് പോകുന്ന സമയത്ത് നമുക്ക് സ്നേഹം അതിങ്ങനെ എന്തെന്നാ പറയുക, വർദ്ധിച്ച് വരും. ഡേ ബൈ ഡേ ടു വിൽ. പക്ഷേ ഇതിൽ ഒതുങ്ങി നിന്നാലാണ് ഈ പ്രശ്നങ്ങൾ വരിക. എന്നും ഒരേപോലെ മുഖമാവണമെന്നില്ല. ചിലപ്പോൾ ഒരു പാട് വരും, ചിലപ്പോൾ കുരു വരും, ചിലപ്പോൾ ഭംഗി കുറവ് വരും, ചിലപ്പോൾ ഭംഗി കൂടും. അതിനനുസരിച്ച് മാറില്ല. പക്ഷേ ഈ മനസ്സിൻ്റെ ഉള്ളിലുള്ള സംഭവം. പിന്നെ ഞാൻ ഒരു തമാശ പറയാം, മറ്റൊരു തമാശ. അത് പിന്നീട് ആലോചിച്ചാണ്. ഇപ്പം ഞാനും എൻ്റെ വൈഫുമായിട്ട് ഭയങ്കര പ്രണയം. ഞങ്ങളൊരു സീനിലൊക്കെ വന്നു, ആൾക്കാർ കണ്ടു. ആൾക്കാർക്ക് ഒരുപാട് പേർക്ക് അത് ഇൻസ്പയർ ചെയ്തു. അവർക്ക് മാത്രമല്ല ഇൻസ്പിറേഷനായത്, ഞങ്ങൾക്കും ഇൻസ്പിറേഷനായി. സത്യം, അവൾക്കും ഇൻസ്പിറേഷനായി. ഇത് കണ്ടപ്പോൾ നമ്മൾ തമ്മിൽ ഇങ്ങനെയൊക്കെ വേണമല്ലേ, ഇങ്ങനെ തന്നെയല്ലേ. ഞാൻ ആക്ച്വലി ഐ ഡിഡ് ഇറ്റ് ലിറ്റിൽ എക്സ്ട്രാ ഫോർ ഗിവിങ് എ മെസ്സേജ് ടു ദ പബ്ലിക്. നമ്മൾ ഈ ചെയ്യുന്നത് കൊണ്ട് മനസ്സിൽ അങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും നമ്മൾ കുറച്ച് എക്സ്ട്രാ നമ്മളത് പറയാൻ ശ്രമിച്ചു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണുന്നവർക്ക് ഇവരെന്താ ഇങ്ങനെ, അങ്ങനെയല്ല തോന്നിയത്. നമ്മളിങ്ങനെയൊക്കെ ആവണ്ടേ. ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ അകത്ത് ആക്ച്വലി അണ്ടിൽ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നവരിക്കും ഇവർ രണ്ടുപേരുടെ ആ ഒരു സ്നേഹം ബൈൻഡിങ് ആണ് നിലനിൽക്കുക. കാരണം മക്കൾ അവർ കല്യാണം കഴിക്കുന്നു, സ്നേഹം ഉണ്ടാവും. പക്ഷെ അവർക്ക് നമ്മളെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അവരുടെ ബെസ്റ്റ് ഹാഫ് അപ്പുറത്ത് നിൽക്കുകയാണ്. ദേ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദം. നമ്മളെ സ്നേഹിക്കാൻ പോയപ്പോൾ അവിടെ പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് ലെറ്റ് ദം, വി ലീവ് ദം. പിന്നെ അവർക്ക് കുട്ടികൾ വരും. അപ്പോൾ ആ കുട്ടികളോട് അവർക്കുണ്ടാവുന്ന വാത്സല്യം. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഓരോ പ്രായം ചെല്ലുന്തോറും ഇതിങ്ങനെ അകന്ന് കുറേശ്ശെ പോകും. മനസ്സിലുണ്ടെങ്കിലും പ്രകടിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യം. അപ്പോൾ ഇവിടെ രണ്ടുപേരും സുന്ദരമായിട്ട് ഇത് പ്രകടിപ്പിച്ച് ഇങ്ങനെ സുന്ദരമായിട്ട് ജീവിതം അങ്ങോട്ട് ആസ്വദിക്കും. അങ്ങനെ ആസ്വദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരസ്പരം നമുക്ക് എന്താ പറയുക, നമ്മളുടെ ആരോഗ്യം എല്ലാം നന്നാവും. ഇപ്പം എൻ്റെ വൈഫിന് ഇപ്പം ഈ സീൻ ഇത് കണ്ടിട്ട് ഇപ്പം ഞങ്ങളിത് ചെയ്തെങ്കിലും ടി വിയിൽ വരുമ്പോൾ ഞാനും വൈഫ് ഇത് കണ്ടതിന് ശേഷം ഐ വാസ് നോട്ടീസിങ്, എനിക്കറിയാം. ബട്ട് ഹെയർ ആറ്റിറ്റ്യൂഡിൽ ഒരുപാട് വ്യത്യാസം. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ അങ്ങനെയാണ് നമ്മൾ ജീവിതം മുന്നോട്ട് പോകേണ്ടത്. ഞങ്ങൾ അങ്ങനെ തന്നെയാണെങ്കിലും ഒന്നും കൂടി അരക്കിട്ട് ഉറപ്പിച്ചു. അപ്പം നമുക്ക് സ്നേഹിക്കുക. നമുക്ക് വഴക്കിൻ്റെ കാര്യമൊന്നുമില്ല. നമ്മൾക്ക് എത്ര പ്രായമായാലും നമ്മളുടെ സൗകര്യങ്ങളിലല്ല നമ്മുടെ സ്നേഹം. മനസ്സുകൊണ്ട് മനസ്സിനെ ഒരാൾ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അത് മനസ്സിനെ മാത്രമേ നമ്മൾ കാണാൻ പാടുള്ളൂ. അല്ലാതെ അവരുടെ മുഖം നോക്കി കഴിഞ്ഞാൽ ചിരിച്ചു കഴിഞ്ഞാൽ, നല്ല പല്ല് കാട്ടി ചിരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹം. അത് സ്നേഹമല്ല. ഇറ്റ് ഇസ് നോട്ട് ലവ്. ലവ് എന്ന് പറയുന്നതിന് ഭംഗി പാടില്ല എന്ന് തന്നെ ഞാൻ പറയും. ഭംഗിയിലേക്ക് കൂടുതൽ സ്നേഹം വരും, ശുദ്ധമായിട്ടുള്ള സ്നേഹം വരും. ഇതൊക്കെ നമ്മൾ സ്നേഹിച്ചാൽ മതി, വേറൊന്നുമില്ല. ഗിവ് ആൻഡ് ടേക്ക്, പരസ്പരം വിട്ടുകൊടുക്കുക. ഇപ്പോൾ ആരെങ്കിലും ഒരാൾ രണ്ടുപേരും വിട്ടുകൊടുക്കുന്നതിൽ മത്സരിക്കണമെന്നാണ് ഞാൻ പറയാം. ഒരു വഴക്കുണ്ടായാൽ അത് വിട്ടുകൊടുക്കണ്ടേ, ആരെങ്കിലും ഒരാൾ താഴ്ന്നു പോകണ്ടേ, അതിൽ മത്സരിക്കണം. ഞാൻ ആദ്യം താഴ്ന്നു കൊടുക്കണം, അപ്പം മറ്റേ ആൾ അതിനു മുമ്പ് താഴ്ന്നു കൊടുക്കാൻ നോക്കണം. ഇതൊക്കെ ഇറ്റ് ഹാപ്പൻസ്. നൗ ഐ എക്സ്പീരിയൻസ് ദാറ്റ് ഇൻ മൈ ലൈഫ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും സുന്ദരമായിട്ട് ഈ ജീവിതം, ചെറിയ കൊച്ചു ജീവിതത്തിലുള്ളൂ. എത്ര നാളാണ് നമ്മൾ വിചാരിക്കും നീണ്ടു കിടക്കുക 100 വയസ്സാ, കോടാനുകോടി വയസ്സുകളായിട്ട് ഇത് പോയിക്കൊണ്ടിരിക്കുന്നിട്ട് എത്ര ആൾക്കാർ വന്നു പോയി, ആരറിയുന്നു. അവർ പോകുന്നു, കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ ഓർമ്മയായി മാറുന്നു, പിന്നെ ഓർമ്മയിൽ നിന്നും പോകുന്നു, പിന്നെ ഒരിക്കലും ഓർമ്മയിൽ കിട്ടാത്ത പോലെ മറഞ്ഞു പോകുന്നു. അത്രയേ ഉള്ളൂ ജീവിതം. ആയുള്ള കാലം സുഖമായിട്ട് ജീവിച്ചൂടെ? അതെ. സാറിന്റെ ലൈഫിലൂടെ തന്നെ ഒരു എക്സാമ്പിൾ കാട്ടിക്കൊടുക്കുന്ന I wanted to. I really wanted to do that, and I could do that. That's what I believe. അത് വളരെ ഭയങ്കര നല്ല ഒരു മനസ്സ് സാറിന് ഉണ്ട്. കാരണം നല്ല മനസ്സൊന്നും ഞാൻ പറയില്ല. ഞാൻ എപ്പോഴും നല്ലത് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. നല്ലത് ചിന്തിക്കണം. ഇപ്പോൾ ഒരാൾ തെറ്റ് ചെയ്താലും അയാളെ തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കും. അത് കുറ്റപ്പെടുത്തുന്നതല്ല. യു ഷുഡ് നോട്ട് ഡു ദാറ്റ്. അതല്ല. ഒരാൾ ഇങ്ങനെ വീട്ടിലൊക്കെ ചില വഴക്കുകളുണ്ടാകുമ്പോൾ ഞാൻ മധ്യസ്ഥം നിൽക്കുമ്പോൾ അവർക്കൊക്കെ ചില നേരത്ത് എനിക്ക് വട്ടാണെന്ന് തോന്നും ഞാൻ പറയുന്ന കാര്യങ്ങൾ.
ഞാൻ വളരെ ഇതായിട്ട് ഡിഫറെൻ്റ് ആയിട്ടാണ് അതിനെടുക്കുക. അതിൻ്റെ വേറൊരു എന്താ പറയുക പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ അതിനെ കാണുക. അത് അദ്ദേഹം പറഞ്ഞതിനൊരു കാരണമുണ്ട്. ബിക്കോസ് ഓഫ് ദിസ് ഓൺലി ഇറ്റ് ഹാപ്പൻഡ്. ഇങ്ങനൊരു വഴക്ക് അതിനുള്ള കാരണം വേറെയാണ്. ദെൻ യു കം ഡൗൺ, ദെൻ ഹി വിൽ ഫീൽ ഫോർ ദാറ്റ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല. അവൻ എന്നെ അങ്ങനെ പറഞ്ഞു, ഞാൻ എന്നെ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഈ ഒരു ഒറ്റ വാക്കുകൊണ്ട് ഇത് മുഴുവൻ പൂർവാധികം മുമ്പത്തേക്കാൾ ശക്തിയോട് കൂടിയിട്ട് അവർ തമ്മിലുള്ള സ്നേഹബന്ധം വരും. അത്രേ ഉള്ളൂ. ഒന്ന് ചിന്തിച്ചാൽ മതി. ഇത് വഴക്കായിട്ട് തന്നെ ചിന്തിച്ച് പോയാൽ അത് കാട് കയറി പോകും. നമ്മളൊന്ന് പെട്ടെന്നൊന്ന് ഇളകി ഇങ്ങനെ ചിന്തിച്ച് നോക്കിയേ, അത് പോട്ടെ, അത് ഇങ്ങനെയാണെന്ന് ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് എക്സലൻറ്റ്. ആ വ്യത്യാസം വരും. ഞാൻ കുറേ പേർക്കൊക്കെ എൻ്റെ കുടുംബത്തിൽ അതൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. വഴക്കും വയ്യാവിടുമ്പോൾ കുറേയൊക്കെ ബെറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു വിശുദ്ധ വാരത്തിൻ്റെ ഒരു ഈ വീക്കിലോട്ട് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് ഓശാനയുടെ ഒരു ഗാനത്തോടു കൂടി നമുക്ക് ഈ ഒരു സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു. കാരണം സാറിൻ്റെ ഒത്തിരി എക്സ്പീരിയൻസസ് ഇതിനോടകം തന്നെ നമ്മളായിട്ട് ഷെയർ ചെയ്തു. എത്രയും വലുതാകും തോറും അത്രയും ഗ്രൗണ്ടഡ് ആയിട്ട് വളരെ കുറച്ച് കാര്യങ്ങളെ ഷെയർ ചെയ്യാനുള്ള സമയമുള്ളൂ. കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിനൊത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച് സാർ. സാറിന് ഇങ്ങനെ ഈ ഒരു സമയത്ത് ഷാലോം TV പ്രേക്ഷകർക്ക് സാറിൻ്റെ കുറേ വിശേഷങ്ങൾ അറിയാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷവും അവരും ഒത്തിരി ബ്ലെസ്ഡ് ആണ് ടു ഹിയർ ഫ്രം യു ഓൾ ദ മെസ്സേജസ്. അതേസമയം ഞാൻ എൻ്റെ ഇമോഷണലായിട്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇത് മുഴുവൻ ശരിയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിലെന്തെങ്കിലും ശരികേടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. നല്ലതുണ്ടെങ്കിൽ ഏറ്റെടുക്കുക, നിങ്ങൾ സ്വീകരിക്കുക. അത്രേ ഉള്ളൂ. നമുക്ക് ഈ ഒരു സോങ് ഓശാന സോങ് ഒരുമിച്ച് പാടിയാലോ? യെരൂശലേമിലെ വന്മലമേൽ ഓരുകിലെന്നെ ആരറ്റി വരവാഹകനായി പുരി പൂകും പരസുതനെ ഞാൻ കാണുന്നു. സൈത്തിൻ കൊമ്പുകളേന്തീതാ പിഞ്ചുകിടാങ്ങൾ പാടുന്നു. ഭൂസ്വർഗങ്ങളിലോശാന ദാവീദാത്മജനോശാന.
കാക്കണമേ ഞങ്ങളെ. പാരിൻ്റെ പാപങ്ങൾ പോക്കുവാൻ പ്രാണനും ദാനമായേകിയോനേ. ഇത്തിരി നൊമ്പരങ്ങൾ കൊച്ചുമെഴുതിരികൾ കത്തിച്ചു വെച്ചു ഞങ്ങൾ, കത്തിച്ചു വെച്ചു ഞങ്ങൾ. വിണ്ണിൻ കെടാവിളക്ക് നിൻ തിരു സന്നിധിയിൽ കുമ്പിട്ടു നിൽപ്പു ഞങ്ങൾ.